കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻസും റൂൾസും നമുക്ക് ലേറ്റസ്റ്റായിട്ട് വന്ന അമെൻമെൻറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. സെക്ഷൻ 1-ലും റൂൾ 1-ലും പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻ്റ് ആണ്. ഈ നിയമത്തിൻ്റെ ടൈറ്റിലും അതിൻ്റെ എക്സ്റ്റെൻഡും കമൻസ്മെൻറ്റുമാണ് പറയുന്നത്. ഇത് ഹോൾ ഓഫ് സ്റ്റേറ്റ് ബാധകമാണ്. ഈ നിയമം ബാധകമായിട്ടുള്ളത് ഫുൾ സ്റ്റേറ്റ് മുഴുവനുമാണ്. പിന്നെ ഇതിൻ്റെ ആക്ട് നിലവിൽ വന്നിരിക്കുന്നത് 15/5/1969, അതായത് മെയ് 15, 1969. റൂൾസ് ആണെങ്കിൽ ജൂലൈ 14, 1969 റൂൾ വന്നിട്ടുള്ളത്. ആക്ട് ഫ്രെയിം ചെയ്തിരിക്കുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയും റൂള് ഗവൺമെൻറ്റുമാണ്. സെക്ഷൻ 2 ഡെഫിനിഷൻസ് ആണ്. അത് ഹെഡിങ് മാത്രം പറയാം, വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാവേ. സെക്ഷൻ 2A അപ്പക്സ് സൊസൈറ്റി, AA അസിസ്റ്റഡ് സൊസൈറ്റി, AB ഓഡിറ്റിംഗ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, AC ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതായത് ആപ്കോസ്, AD അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, B ബൈലോ, C സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, D സെൻട്രൽ സൊസൈറ്റി, DA ചീഫ് എക്സിക്യൂട്ടീവ്, DB കോമൺ സോഫ്റ്റ്വെയർ ഓഫ് പാക്സ്, DC കൺസോഷ്യം, E കമ്മിറ്റി, EA കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്, EC കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്, ECC കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ, ECCC കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽ, ED CSEB, F കോപ്പറേറ്റീവ് സൊസൈറ്റി, G കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി, H കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലൈബിലിറ്റി, HA ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം, HB DCA, I ഡിസ്പ്യൂട്ട്, IA DCB, IB ഫെഡറൽ സൊസൈറ്റി, J ഫിനാൻസിംഗ് ബാങ്ക്, K ജനറൽ ബോഡി, KA KCB, L മെമ്പർ, LA മിസ്ലേനിയസ് സൊസൈറ്റി, M നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ, N ഓഫീസർ, O പ്രിസ്ക്രൈബ്ഡ്, OA പ്രിസ്ക്രൈബ്ഡ് പീരീഡ്, OAA പാക്സ്, OB പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി, OC PCARDB, OD പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി, OE പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി, P രജിസ്ട്രാർ, PA റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി, PB RCMPU റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. Q റൂൾസ്, QA സ്റ്റേറ്റ് SC ഷെഡ്യൂൾഡ് കാസ്റ്റ്, QB ഷെഡ്യൂൾഡ് ട്രൈബ്, QBA സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, QBA സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, R സ്റ്റേറ്റ്, RA KCARDB, RC സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ, S സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, T ട്രൈബ്യൂണൽ, TA അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, TAA അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി, TB വിജിലൻസ് ഓഫീസർ, U ഇയർ, V യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി. സെക്ഷൻ 3-ലെ രജിസ്ട്രാറിനെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 3 സബ്സെക്ഷൻ 1, ദ ഗവൺമെൻറ് മേ ആൻ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ടു ബി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ ദ സ്റ്റേറ്റ്. ഗവൺമെൻറ്റാണ് രജിസ്ട്രാറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അദ്ദേഹം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം എന്നാണ് പറയുന്നത്. നേരത്തെ ഇത് ഏതെങ്കിലും ഒരു പേഴ്സൺ ആയാൽ മതിയായിരുന്നു, എന്നാൽ ഇപ്പോൾ അമെൻമെൻറ്റിന് ശേഷം ആൻ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കണം. സെക്ഷൻ 3 സബ്സെക്ഷൻ 2, the government may by general or special order confer on any officer of the state government all or any power of the registration under this act. സെക്ഷൻ 3 സബ്സെക്ഷൻ 2 അനുസരിച്ചിട്ട് ഗവൺമെൻറ്റിന് പൊതുവായ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഓർഡർ പ്രഖ്യാപിച്ചുകൊണ്ട് രജിസ്ട്രാറിൻ്റെ എല്ലാ പവറും അല്ലെങ്കിൽ വളരെ ഏതെങ്കിലും കുറച്ച് പവേഴ്സും കൈമാറ്റം ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്. അതിനെക്കുറിച്ചിട്ടാണ് സെക്ഷൻ 3 സബ്സെക്ഷൻ 2-ൽ പറയുന്നത്. നേരത്തെ ഇത് പ്രകാരം ഏതെങ്കിലും ഒരു പേഴ്സൺ ആയിരുന്നു, എന്നാൽ ഇപ്പോൾ ഇതും എനി ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നായിട്ടുണ്ട്. സെക്ഷൻ 4 സൊസൈറ്റി വിച്ച് മേ ബി രജിസ്റ്റേർഡ്. A society which has its object the promotion of economic interest of its members or public in accordance with the cooperative principles may be registered under this act. അതായത് സൊസൈറ്റിയുടെ താല്പര്യം, സൊസൈറ്റിയുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മെമ്പേഴ്സിൻ്റെയും പബ്ലിക്കിൻ്റെയും സാമ്പത്തിക താല്പര്യം സംരക്ഷിക്കുക എന്നതായിരിക്കണം. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മെമ്പേഴ്സിൻ്റെയും പബ്ലിക്കിൻ്റെയും സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുക
എന്നൊരു ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ള സൊസൈറ്റികളെ മാത്രമേ രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്ത് കൊടുക്കത്തുള്ളൂ. കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ നോട്ട് ബി രജിസ്റ്റേർഡ് ഇഫ് ഇറ്റ് ഈസ് എക്കണോമിക്കലി അൺസൗണ്ട്. എക്കണോമിക്കലി അൺസൗണ്ടായ സൊസൈറ്റികളെയും രജിസ്റ്റർ ചെയ്ത് കൊടുക്കില്ല. ദ രജിസ്ട്രേഷൻ ഓഫ് വിച്ച് ഹാവ് ആൻ അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ സഹകരണ മേഖലയുടെ ഡെവലപ്മെൻറ്റിന് തടസ്സമാവുന്ന സൊസൈറ്റികളെയും രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്ത് കൊടുക്കത്തില്ല. സെക്ഷൻ 5 രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഒള്ളി. Section 5 subsection 1 only limited liability society shall be registered under this act. ഈ ആക്ട് അനുസരിച്ചിട്ട് ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റികളെ മാത്രമേ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സെക്ഷൻ 5 സബ്സെക്ഷൻ 2 ദ വേർഡ് ലിമിറ്റഡ് ഓർ ഇസ് ഇക്വിവലന്റ് ഇൻ എനി ഇന്ത്യൻ ലാംഗ്വേജ് ഷാൾ ബി യൂസ്ഡ് ആസ് ലാസ്റ്റ് വേർഡ് ഓഫ് ഇൻ ദ നെയിം ഓഫ് എ സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. അതായത് രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിയുടെ പേരിൻ്റെ അവസാന ഭാഗത്ത് ലിമിറ്റഡ് അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജിലുള്ള വേർഡ് ഉറപ്പായിട്ടും അച്ചടിച്ചിരിക്കണം. സൊസൈറ്റിയുടെ ബോർഡിൽ ഇപ്പോൾ സൊസൈറ്റിയുടെ പേര് രേഖപ്പെടുത്തി വെക്കുകയാണെങ്കിൽ സൊസൈറ്റിയുടെ പേരിൻ്റെ അവസാനം ലിമിറ്റഡ് എന്ന വാക്ക് അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ഏതെങ്കിലും ഒരു ലാംഗ്വേജിലെ വാക്കോ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. അതാണ് സെക്ഷൻ 5 സബ്സെക്ഷൻ 2 പറയുന്നത്. സെക്ഷൻ 6 റൂൾ 3 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത്. Section 6 subsection 1 an application for registration of cooperative society should be given to the registrar in prescribed form. ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ആപ്ലിക്കേഷൻ രജിസ്ട്രാർക്കാണ് നൽകുന്നത്. ചീഫ് പ്രൊമോട്ടറാണ് രജിസ്ട്രാർക്ക് ആപ്ലിക്കേഷൻ നൽകുന്നത്. ഒരു സൊസൈറ്റി തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ഒത്തുചേർന്ന് അവരുടെ ഒരു ഹെഡായിട്ട് ഒരാളെ നിശ്ചയിക്കും. ആ ആളാണ് ചീഫ് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഈ ചീഫ് പ്രൊമോട്ടറാണ് ആപ്ലിക്കേഷൻ ഫോം തയ്യാറാക്കി രജിസ്ട്രാർക്ക് കൊടുക്കുന്നത്. സെക്ഷൻ 6 സബ്സെക്ഷൻ 2 എവരി ആപ്ലിക്കേഷൻ ഷാൾ കൺഫോം ടു ദ ഫോളോയിങ് റിക്വയർമെന്റ്സ്. ഫസ്റ്റ്, ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഷുഡ് ബി അക്കമ്പനിയുടെ 3 copies ഓഫ് പ്രൊപ്പോസ്ഡ് ബൈലോ ഓഫ് ദ സൊസൈറ്റി. രൂപീകരിക്കുന്ന സൊസൈറ്റിയുടെ 3 copies ഓഫ് പ്രൊപ്പോസ്ഡ് ബൈലോ ആപ്ലിക്കേഷൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. Where all the applicants are individuals, the application shall be signed by not less than 25 persons from the different families. ആപ്ലിക്കൻസ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ ഡിഫറെൻറ്റ് ഫാമിലിയിലെ 25 മെമ്പേഴ്സ് ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്തിരിക്കണം. ഇത് ആപ്ലിക്കേഷൻ ഷാൾ ബി സൈൻഡ് ബൈ ദ എവരി വൺ ഓഫ് ദ ആപ്ലിക്കൻ്റ്. എല്ലാ ആപ്ലിക്കൻസും ഈ സൊസൈറ്റി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന എല്ലാ ആപ്ലിക്കൻസും ആ ആപ്ലിക്കേഷൻ ഫോമിൽ സൈൻ ചെയ്തിരിക്കണം. റൂൾ 3 അനുസരിച്ചിട്ട് എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ചീഫ് പ്രൊമോട്ടർ കൊടുക്കേണ്ടത് അതിനെക്കുറിച്ചിട്ടാണ് റൂൾ 3 പറയുന്നത്. റൂൾ 3 സബ്സെക്ഷൻ 1 അനുസരിച്ചിട്ട് എവരി ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റി ഷാൾ ബി മെയ്ഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ഇൻ ഫോം നമ്പർ 1 ഷുഡ് ബി അക്കമ്പനീഡ്. രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ്റെ ഫോം നമ്പർ 1 ആണ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിരിക്കണം. ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ 3 copies ഓഫ് പ്രൊപ്പോസ്ഡ് ബൈലോയുടെ 3 copies ഉണ്ടായിരിക്കണം. പിന്നെ എ സർട്ടിഫിക്കറ്റ് ഫ്രം ദ ബാങ്ക് ഓർ ബാങ്ക്സ് സ്റ്റേറ്റിംഗ് ദ ക്രെഡിറ്റ് ബാലൻസ് ഇൻ ഫേവർ ഓഫ് ദ പ്രൊപ്പോസ്ഡ് സൊസൈറ്റി. ആ സൊസൈറ്റിയുടെ ബാങ്കിലെ ക്രെഡിറ്റ് ബാലൻസ് കാണിച്ചുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. Next, a list of persons in duplicate who have contributed to the share capital together with the amount contributed and the entrance fee paid by each of them. അതായത് അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത പേഴ്സൺസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലിസ്റ്റ്, അതായത് 2 ലിസ്റ്റ് ഉണ്ടായിരിക്കണം. സച്ച് അതർ ഇൻഫർമേഷൻ ആൻഡ് ഡോക്യുമെൻറ്റ്സ് ആസ് മേ ബി റിക്വയർഡ് ബൈ ദ രജിസ്ട്രാർ. പിന്നെ രജിസ്ട്രാർ ആവശ്യപ്പെടുകയാണെങ്കിൽ മറ്റു ഡോക്യുമെൻറ്റ്സും ചീഫ് പ്രൊമോട്ടർ ഹാജരാക്കേണ്ടതാണ്. ഇത് ആപ്ലിക്കേഷൻ ഷുഡ് ബി അഫിക്സ്ഡ് എ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ₹5. 5 രൂപയുടെ ഒരു കോർട്ട് ഫീസ് സ്റ്റാമ്പും ആപ്ലിക്കേഷനിൽ ഒട്ടിച്ചിരിക്കണം. ദ മെമ്പേഴ്സ് ഓഫ് ദ പ്രൊപ്പോസ്ഡ് സൊസൈറ്റി ഈസ് എ രജിസ്റ്റേർഡ് സൊസൈറ്റി. ദ കമ്മിറ്റി ഓഫ് ദാറ്റ് സൊസൈറ്റി ബൈ എ റെസൊല്യൂഷൻ ഓതറൈസ് എ കമ്മിറ്റി മെമ്പർ ടു സൈൻ ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആൻഡ് ഇറ്റ്സ് ബൈലോ.
ഇൻഡിവിജ്വൽസ് മാത്രമല്ല വേറൊരു സൊസൈറ്റി കൂടി ഉണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്യാൻ വേണ്ടി ആ സൊസൈറ്റി ഒരു റിസൊല്യൂഷൻ പാസ്സാക്കി ഒരു കമ്മിറ്റി മെമ്പറെ ഓതറൈസ് ചെയ്യണം. ആ ഓതറൈസ് ചെയ്ത കമ്മിറ്റി മെമ്പർ ആയിരിക്കും ആപ്ലിക്കേഷനിൽ രജിസ്ട്രേഷൻ ഫോർ ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്യുക. എ കോപ്പി ഓഫ് സച്ച് റിസൊല്യൂഷൻ ഷാൾ ബി അപ്പൻഡ് ടു ദ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ ഈ റിസൊല്യൂഷൻ്റെ കോപ്പി കൂടി അറ്റാച്ച് ചെയ്യും. If the members of the proposed society is a statutory or non-statutory body or corporation, a copy of resolution passed by the committee of such bodies to authorize any person to sign in relation to application for registration of the proposed society should also be appended along with such application. മറ്റ് സൊസൈറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ കൂടി സൊസൈറ്റി രൂപീകരിക്കുന്നതിന് വേണ്ടി ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയും ആ റെസൊല്യൂഷനിൽ പാസ്സാക്കിയ ഒരു മെമ്പറിനെ ഒരു പേഴ്സണെ ആപ്ലിക്കേഷൻ സൈൻ ചെയ്യാൻ വേണ്ടി ഓതറൈസ് ചെയ്യും. ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ നിശ്ചയിച്ചിട്ടുള്ള ഫീ അടച്ച എല്ലാ റെസിപ്റ്റും ഉണ്ടായിരിക്കണം. ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഷുഡ് ബി സെൻഡ് ടു ദ രജിസ്ട്രാർ ഐദർ ഇൻ എ പേഴ്സൺ ഓർ ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ് ഓർ ഓൺലൈൻ. പിന്നെ രജിസ്ട്രാർക്ക് നേരിട്ട് സമർപ്പിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി സമർപ്പിക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഇനി ആപ്ലിക്കേഷൻ്റെ ഫീസ് നോക്കാം. റൂൾ 3 സബ്സെഷൻ 6 റൂൾ 3 സബ് റൂൾ 6 ആപ്ലിക്കേഷൻ ഫീ ഫോർ രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ഏരിയ ഓപ്പറേഷൻ അനുസരിച്ചിട്ടാണ് ഫീ പറയുന്നത്. ഏരിയ ഓപ്പറേഷനിൽ വിത്തിനെ താലൂക്കാണ്, ഒരു താലൂക്കിലാണ് പ്രവർത്തന പരിധിയെങ്കിൽ 2500 രൂപ. ഒന്നിൽ കൂടുതൽ താലൂക്ക് ഒരു ഡിസ്ട്രിക്റ്റിൽ താഴെയാണെങ്കിൽ 5000 രൂപയാണ്. ഇനി ഒരു ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ 6250. ഒരു ഡിസ്ട്രിക്റ്റിൽ കൂടുതലാണെങ്കിൽ 12500 അതിൻ്റെ ഇരട്ടി. ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ 6250 അതിൻ്റെ ഇരട്ടിയാണ് ഒന്നിൽ കൂടുതൽ ഡിസ്ട്രിക്റ്റിന്. ഇനി വുമൺ SC/ST സൊസൈറ്റികൾക്ക് 500 രൂപയാണ്. സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് 100 രൂപയാണ്. ഇത് നേരത്തെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അമെൻമെൻറ്റിൽ മാറ്റം വന്ന ഫീ ആണ്, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കണേ. ഇപ്പോൾ നമ്മൾ സെക്ഷൻ 6 ആൻഡ് റൂൾ 3 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. സെക്ഷൻ 7 ആൻഡ് റൂൾ 4 രജിസ്ട്രേഷൻ. അതായത് ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീടുള്ള പ്രൊസീജിയറെ കുറിച്ചാണ് സെക്ഷൻ 7 ആൻഡ് റൂൾ 4 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 7 സബ്സെക്ഷൻ 1 അനുസരിച്ചിട്ട് രജിസ്ട്രാറിൻ്റെ കയ്യിലേക്ക് ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെ നോക്കും, എന്തൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അദ്ദേഹം രജിസ്ട്രേഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് എന്നാണ് സെക്ഷൻ 7 സബ്സെക്ഷൻ 1 പറയുന്നത്. ഫസ്റ്റ്, ദ ആപ്ലിക്കേഷൻ കംപ്ലൈസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട് ആൻഡ് റൂൾസ്. സൊസൈറ്റിയുടെ കോപ്പറേറ്റീവ് ലോയുടെ ആക്ട് ആൻഡ് റൂൾസിനും ആക്ടിനും അനുസരിച്ചിട്ടാണോ, അതിന് വിധേയമായിട്ടാണോ ഈ ആപ്ലിക്കേഷൻ സമർപ്പിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം ചെക്ക് ചെയ്യും. അതനുസരിച്ചിട്ടാണോ എന്ന് അദ്ദേഹം ചെക്ക് ചെയ്യും. 2, ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രൊപ്പോസ്ഡ് സൊസൈറ്റി ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ 4. സെക്ഷൻ 4 പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് അനുസരിച്ചിട്ടുള്ള സൊസൈറ്റി ആണോ രൂപീകരിക്കാൻ പോകുന്നത്. സെക്ഷൻ 4 നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആയിരിക്കണം സൊസൈറ്റി രൂപീകരിക്കേണ്ടത്. അതാണ് ഒബ്ജക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സൊസൈറ്റി ആണോ രൂപീകരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യണം. അടുത്ത, ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ പ്രൊപ്പോസ്ഡ് സൊസൈറ്റി ആൻഡ് ഏരിയ ഓപ്പറേഷൻ ഓഫ് അനദർ സൊസൈറ്റി ഓഫ് സിമിലർ ടൈപ്പ് ഡു നോട്ട് ഓവർലാപ്പ്. സിമിലർ ടൈപ്പുള്ള മറ്റൊരു സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷൻ്റെ പരിധിയിലല്ല ഈ സൊസൈറ്റി രൂപീകരിക്കാൻ പോകുന്നത് എന്ന് രജിസ്ട്രാർ ഉറപ്പുവരുത്തും. The proposed bylaw are not contrary to the provision of the Act and rules. ആക്ടിനും റൂൾസിനും വിരുദ്ധമായിട്ടല്ല രൂപീകരിക്കാൻ പോകുന്ന സൊസൈറ്റിയുടെ ബൈലോ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് അദ്ദേഹം പരിശോധിക്കും. പ്രൊപ്പോസ്ഡ് സൊസൈറ്റി കംപ്ലൈസ് വിത്ത് ദ റിക്വയർമെൻറ്റ് ഓഫ് സൗണ്ട് ബിസിനസ്. സൊസൈറ്റിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സൗണ്ട് ബിസിനസ് തന്നെയാണോ നടത്തുന്നതെന്ന് അദ്ദേഹം ചെക്ക് ചെയ്യും. ദ പ്രൊപ്പോസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റി ഹാവ് കളക്റ്റഡ് 2,50,000 rupees and a non-credit cooperative society have collected 1 lakh rupees as the minimum share capital. അതായത് ഇപ്പോൾ ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ മിനിമം ഷെയർ ക്യാപിറ്റൽ 2,50,000 കളക്ട് ചെയ്തിരിക്കണം. എന്നാൽ നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണെങ്കിൽ
മിനിമം ആ ഷെയർ ക്യാപിറ്റലായിട്ട് 1 lakh എങ്കിലും കളക്ട് ചെയ്തിരിക്കണം. On receipt of application, the registrar shall enter the particulars of transactions in the register of application maintained in form number 2, give serial number and issue an acknowledgement of receipt of application for registration. ഇങ്ങനെ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അത് വെരിഫൈ ചെയ്തിട്ട് ഫോം നമ്പർ 2-ൽ രജിസ്റ്റർ ചെയ്ത് ആപ്ലിക്കൻറ്റിന് അക്നോളജ്മെൻറ്റ് കൊടുക്കും. An application for registration should be disposed of by the registrar within 60 days from the date of application. ഇങ്ങനെ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ ആ ആപ്ലിക്കേഷനിൽ ഒരു തീരുമാനം കാണണം. Where the registrar is refusing the application for registration, he should communicate the decision within 15 days from the date of such refusal. ആ ആപ്ലിക്കേഷൻ നിരസിക്കുകയാണെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ ആപ്ലിക്കൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. If the registrar refusing to register a cooperative society, the chief promoter can appeal within 60 days from the date of refusal. ഇനി ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ നിരസിച്ചു കഴിഞ്ഞാൽ ചീഫ് പ്രൊമോട്ടർക്ക് 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കാവുന്നതാണ്. രജിസ്ട്രാർ ഓർ ഗവൺമെൻറ് ടേക്ക് ഡിസിഷൻ വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീവിംഗ് അപ്പീൽ. ഇങ്ങനെ അപ്പീൽ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാറിനോ ഗവൺമെൻറ്റിനോ 6 മാസത്തിനുള്ളിൽ ആ അപ്പീൽ മേലിൽ ഒരു ഡിസിഷൻ എടുക്കണം. അപ്പോൾ രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. ഇനി അത് റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ചീഫ് പ്രൊമോട്ടറിനോട് 15 ദിവസത്തിനുള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പീൽ കൊടുക്കുക. ആ അപ്പീൽ 60 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. ആ അപ്പീൽ തീരുമാനം 6 മാസത്തിനുള്ളിൽ എടുക്കണം. If the application for registration of society is not disposed by the registrar, the applicant may make representation before government. ഇനി ഈ ആപ്ലിക്കേഷനുള്ളിൽ 60 ദിവസത്തിനുള്ളിൽ തീരുമാനം രജിസ്ട്രാർ എടുത്തില്ലെങ്കിൽ ആപ്ലിക്കൻറ്റിന് ഈ ആപ്ലിക്കേഷൻ റീപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ഗവൺമെൻറ്റിന് മുമ്പാകെ റീപ്രസെൻറ്റേഷൻ ചെയ്യാവുന്നതാണ്. On the receipt of representation from the applicant for the registration of society should take decision വിത്തിൻ 60 days. ഇങ്ങനെ റീപ്രസെൻറ്റേഷൻ ചെയ്തതിൽ 60 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. റീപ്രസെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോ ടൈം ലിമിറ്റ് ആണ്. ടൈം ലിമിറ്റ് ഇല്ല, എന്നാൽ 60 ദിവസത്തിനുള്ളിൽ അതിൽ തീരുമാനം എടുക്കേണ്ടതാണ്. As per Rule 124A, the appeal fees to be remitted by the rejection of application for registration of a cooperative society by registrar is 5,000. ഇങ്ങനെ റിജക്ഷൻ ചെയ്യുകയാണെങ്കിൽ അപ്പീൽ കൊടുക്കുന്നതിന് ഒരു ഫീ അടക്കണം. അതായത് 5,000 ഫീ ആയിട്ട് അടയ്ക്കണം. After registration, the registrar shall issue a certificate of registration form number 3 to the society at the free of cost. സൊസൈറ്റി രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഫോം നമ്പർ 3-ലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. എ കോപ്പി ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ടുഗദർ വിത്ത് എ കോപ്പി ഓഫ് ദ ബൈലോസ് ഷാൾ ബി ഫർണിഷ്ഡ് ടു ദ. ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ബൈലോട് കൂടി ഫിനാൻസിംഗ് ബാങ്കിനും ആ സൊസൈറ്റിയുടെ ഫിനാൻസിംഗ് ബാങ്കിനും സെൻട്രൽ ഓർ അപ്പക് സൊസൈറ്റി, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും അയച്ചു കൊടുക്കേണ്ടതാണ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് സെക്ഷൻ 7 ആൻഡ് റൂൾ 4 രജിസ്ട്രേഷനിൽ പറയുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിസ്പോസ് ചെയ്യേണ്ടത് 60 ഡേയ്സിനുള്ളിലാണ്. ഇനി ആ ആപ്ലിക്കേഷൻ നിരസിക്കുകയാണെങ്കിൽ അത് 15 ദിവസത്തിനുള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇങ്ങനെ നിരസിച്ചു കഴിഞ്ഞാൽ ചീഫ് പ്രൊമോട്ടർക്ക് 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കാം. ഈ അപ്പീൽ മേൽ തീരുമാനം 6 മാസത്തിനുള്ളിൽ എടുക്കണം. ഇനി 60 ദിവസത്തിനുള്ളിൽ ആപ്ലിക്കേഷനിൽ തീരുമാനമൊന്നും എടുത്തില്ല, റിജക്റ്റും ചെയ്തില്ല, ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ചീഫ് പ്രൊമോട്ടർക്ക് ആപ്ലിക്കേഷൻ റീപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. റീപ്രസെൻറ്റ് ചെയ്യാൻ ടൈം ലിമിറ്റ് ഇല്ല, എന്നാൽ റീപ്രസെൻറ്റേഷനിൽ ഡിസിഷൻ എടുക്കാൻ ഉള്ള ടൈം ലിമിറ്റാണ് 60 days.